ഹായ് ഹലോ എവ്രി വൺ. സോ ഞാനിപ്പോൾ കൊച്ചിയിലാണ് കേട്ടോ ഉള്ളത്. സോ ഞാനെൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ എന്താ ഇടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടി ബോച്ചെ പുതിയ കള്ള് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ബോച്ചെ ടോഡി പബ്. അവിടെ പോയിട്ട് നമുക്കൊന്ന് ഫുഡ് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വെച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് കളയാം. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും പിന്നെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടി ബോച്ചെ ടോഡി പബ്ബിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ പനമ്പള്ളി നഗറാണ് കേട്ടോ താമസിക്കുന്നത്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 40 മിനിറ്റ്സ് ഉണ്ട് നമ്മളുടെ ഈ ബോച്ചേൻ്റെ ടോഡി പബ്ബിലേക്ക്. അങ്ങനെ നമ്മൾ ഈ ബോച്ചയുടെ ഈ കള്ള് ഷാപ്പിലെത്തി. അങ്ങനെ ഇതാണ് കേട്ടോ സ്ഥലം എത്തി. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ മെല്ലെ പാർക്ക് ചെയ്തു. കുക്കി പുതിയ സൺഗ്ലാസൊക്കെ വെച്ച് സ്റ്റൈലിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ബോച്ചെ ടോഡി പബ്ബിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സൈഡിലുണ്ടല്ലോ കണ്ടോ നിങ്ങൾ, നല്ല രസമല്ലേ ഈ പെയിൻറ്റിങ് കാണാൻ വേണ്ടി കുറേ ഇങ്ങനെ നല്ല നല്ല മീനിൻ്റെ പിക്ചറൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതാണ് കേട്ടോ എൻട്രൻസ്, നമ്മളെ ബോച്ചെ ടോഡി പബ്ബിൻ്റെ എൻട്രൻസ് ഇതാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു, ഇത്ര ബ്യൂട്ടിഫുൾ ആവുമെന്ന് അറിയില്ലായിരുന്നു. കാരണം തൊട്ട് സൈഡിൽ ഇങ്ങനെ പിന്നെ എന്താ പറയുക ഒരു ബോട്ടിങ്ങൊക്കെ ആയി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. വേറെ തന്നെ ഒരു ഫീലായിരുന്നു. നമ്മളെ ബോച്ചേൻ്റെ അമ്മ അതേപോലെ തന്നെ കാണിക്കുകയാണ്. അങ്ങനെ ഇതാ ഫ്രീ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇത് കണ്ട കുറേ റാബിറ്റ്സിനെയൊക്കെ അവർ ഇതായി കൂട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. സോ ഇത് ബോച്ചെ തെങ്ങ് കയറുന്ന ഒരിത് കണ്ടോ നിങ്ങൾ, നല്ല രസമല്ലേ കാണാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി മെല്ലെ ഇങ്ങനെ കയറി. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് ഓർഡർ എല്ലാം കൊടുത്തു. ഇങ്ങനെ ഇരുന്ന് ഞാനും അമ്മയും പറഞ്ഞു നമുക്ക് പാൽക്കപ്പം ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സോ ഇൻറ്റീരിയറൊക്കെ രസമുണ്ടായിരുന്നു. എ സി അല്ല കേട്ടോ. ഉച്ച സമയമായിരുന്നെങ്കിലും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കുക്കി ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു ഭയങ്കര ചൂടായിരിക്കും, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. സോ അതാണ് ചില്ലി ചിക്കൻ ഡ്രൈ, ഇത് പാൽക്കപ്പ, ഇത് ബീഫ് റോസ്റ്റ്, ഇത് നെത്തൽ പൊരിച്ചത്, പിന്നെ ഇത് ഒരു ഗ്രീൻ സാലഡ്, പിന്നെ ഇത് കള്ളപ്പാണ് കേട്ടോ. പക്ഷെ കള്ളപ്പം നമ്മളുടെ ഒരു സാധാ അപ്പം പോലെ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ കണ്ടോ നല്ല രസമുണ്ടായിരുന്നു. അയ്യോ പാൽക്കപ്പ ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങളെ സീരിയസ് ആയി പറയും, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പാൽക്കപ്പ. സത്യമായിട്ടും ഞാനിവിടെ കോഴിക്കോട് നിന്ന് ഓരോ സ്ഥലത്തു നിന്നൊക്കെ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര ടേസ്റ്റുള്ള പാൽക്കപ്പ ഞാൻ എവിടുന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത് കഴിച്ചിട്ട് ഇപ്പോഴും എനിക്ക് കൊതിയാവുക പറയുമ്പോൾ. ഞാൻ തിരിച്ചെത്തി, അവിടെ നിന്ന് ഒരാഴ്ചയായി തിരിച്ചെത്തിയിട്ട്, ബട്ട് സ്റ്റിൽ ഞാൻ അത് ആലോചിക്കുമ്പോൾ എനിക്കങ്ങ് കൊതി വരിക, അത്രയും യമ്മിയായിരുന്നു. പിന്നെ നമ്മൾ വേറെ സാധനം ഓർഡർ ചെയ്തു. ഇതാണ് മറ്റേ മീൻ, എനിക്ക് തോന്നുന്നു ഐക്കൂറയായിരുന്നു എന്ന് തോന്നുന്നു, ഐക്കൂറ പൊള്ളിച്ചത്. അതും നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. മീനൊക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. സോ ഫുഡെല്ലാം അമ്മേനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കാം, ആക്ഷൻ കൊടുക്കും അമ്മ എന്ന് പറഞ്ഞ സമയത്ത് അമ്മ ഭയങ്കരമായി ആക്ഷൻ കൊടുക്കായിരുന്നു. ബട്ട് സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. സോ ഇത് ഞാൻ വെറുതെ അവിടുത്തെ ഇതൊക്കെ എടുത്തതാണ്, ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി. മുന്നിലൊരു വലിയ TV സ്ക്രീൻ ഉണ്ട്, അതിൽ നമ്മളെ ബോച്ചേൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുത്തെ ഔട്ട്ഡോറാണ്. സോ ഔട്ട്ഡോറിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ബോട്ടിംഗ് ഉണ്ട്, ഫ്രീ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഫിഷിംഗ് ഉണ്ട്. ഞാൻ ഫിഷിംഗ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ ഒരാൾ അവിടെ നിന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്. മീനെന്തെങ്കിലും കിട്ടിയോയെന്ന് എനിക്കറിയില്ല, ബട്ട് അവിടെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. അങ്ങനെ നല്ല ഫാമിലി വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ കുട്ടികൾക്ക് അവിടെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടികളെ വേണമെങ്കിൽ ആ പ്ലേ ഏരിയയിൽ വിടാം. നല്ല സേഫായിട്ടുള്ള പ്ലേ ഏരിയ ആണ്. കാരണം റാബിറ്റ്സ് സോ ക്യൂട്ട്, നല്ല രസമല്ലേ. സോ ഇത് നമ്മളുടെ ബോട്ടിങ്ങിൻ്റെ ഏരിയ ആണ്. അപ്പം കുക്കി അവിടെ പിന്നെ പ്ലേ ഏരിയ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി കളിക്കാൻ വേണ്ടി. അവനെ കൊണ്ട് തിരിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുത്തു, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ നൈസ്. കണ്ടോ പ്ലേ ഏരിയ കണ്ടോ. അതാ കുക്കി വരാത്തത് കാരണം ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കായിരുന്നു. പ്ലീസ് കുക്കി ഒന്ന് പുറത്ത് വരൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. സോ വി ഹാഡ് സോ മച്ച് ഫൺ. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.